ഇന്നുണ്ടല്ലോ ദിയ കൃഷ്ണയുടെ വീഡിയോ കണ്ടു ഡെലിവറിയുടെ. കരഞ്ഞു പോയി ഞാൻ എൻ്റെ പഴയ കാര്യമൊക്കെ ആലോചിക്കുമായിരുന്നു. എൻ്റേത് രണ്ടും നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സെൻറ്റ് ആൻസ് നഴ്സിംഗ് ഹോമാണ്. അവിടെ ഒരു കന്യാസ്ത്രീകൾ നടത്തുന്നൊരു ഹോസ്പിറ്റലാണ് ഇവിടെ പള്ളിമുക്കിലുള്ള. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് ആയാലും നഴ്സുമാരായാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. കൈയൊക്കെ തടകി ഭയങ്കര കാര്യമായിട്ടായിരുന്നു നമ്മളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുഞ്ഞാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി നടന്നു. അവൾക്ക് 2.5 കിലോ അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ടാമത്തത് 4.5 കിലോ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് രണ്ടും സെയിം ഡോക്ടർ തന്നെയാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പുള്ളിക്കാരി പോയ ഹോസ്പിറ്റലിലേക്കാണ് രണ്ടാമത് ഞാൻ പോയത്. അതൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കായിരുന്നു. പക്ഷേ അവിടുത്തെ ഡെലിവറി എക്സ്പീരിയൻസ് ഡോക്ടർ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തന്നെയായിരുന്നു, സപ്പോർട്ടീവായിരുന്നു. പക്ഷേ ഡോക്ടർമാരല്ലല്ലോ കൂടുതൽ നേരം നിൽക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന നേഴ്സുമാരാണ്. അപ്പോൾ രണ്ടാമത് ചെന്ന ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് ആൾക്കാരെയൊന്നും കയറ്റത്തില്ല, വീട്ടുകാരെയൊന്നും കയറ്റത്തൊന്നുമില്ല. അവിടുത്തെ നഴ്സുമാരുടെ പെരുമാറ്റം ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് പ്രസവിക്കേണ്ടെന്നായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എന്തോ കുറ്റം ചെയ്ത് വന്ന് കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് വേദനയുണ്ടെന്ന് പറയുമ്പോഴാണെങ്കിലും ഇച്ചിരി വെള്ളം തരുമോയെന്ന് ചോദിക്കുമ്പോഴും, അല്ലെങ്കിൽ എനിക്ക് ടോയ്ലറ്റിൽ പോകണം, എനിക്ക് വയറ് വല്ലാണ്ട് വരുന്നു, നടുവ് വല്ലാണ്ട് വരുന്നു, കാല് വേനിക്കുന്നൊക്കെ പറയുമ്പോഴും അത് അങ്ങനെയൊക്കെ ഉണ്ടാവും അവിടെ കിടക്ക്. ഇത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 2 നഴ്സുമാരാണുള്ളത്. അവരവരുടെ ലോകാര്യവും വീട്ടുകാരും ഒക്കെ പറയുന്നത്. അതിൻ്റെ കൂടെ ഈ നഴ്സുമാരിൽ ഒരാൾ ട്വിൻസിനെ പ്രഗ്നൻ്റ് ആയിട്ട് എനിക്കൊന്ന് നെക്സ്റ്റ് വീക്ക് എങ്ങാണ്ട് ഡെലിവറി ടൈമൊക്കെ പറഞ്ഞേക്കുന്ന ഒരു നഴ്സ് കൂടെയാണ്. എന്നിട്ട് അവരും എന്നോട് ഇങ്ങനെ തന്നെയാണ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടാണ്. പക്ഷേ ഇന്നത്തെ ആ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ച് എല്ലാവരും ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഉണ്ട്. അതിൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റാണ്. പിന്നെ നേഴ്സുമാരുടെ സപ്പോർട്ട്, അവർ ഈ പുഷ് ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്കും ആ പറയുന്ന ഒരു മയത്തിലാണ് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്ന് ശപഥം എടുത്ത ഇനി എനിക്ക് വേണ്ട എൻ്റെ ദൈവമേ, നമ്മളെന്തോ കുറ്റം ചെയ്തിട്ട് ചെന്ന് കിടന്ന പോലെ ആയിപ്പോയി. നമുക്ക് അവിടുന്ന് ഒരുവിധപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇറങ്ങി പോകുന്നൊരു ടൈപ്പാണ് ഞാൻ. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങി അങ്ങ് പോകും. ഇതിപ്പോൾ അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. വല്ലാത്തൊരു സങ്കടമായിപ്പോയി കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും അങ്ങനെ വേണം, ആൾക്കാരെല്ലാം വേണം. ഇവരൊക്കെ നിൽക്കുമ്പോൾ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നിൽക്കുമ്പോൾ ഒരിക്കലും നേഴ്സുമാർ വന്നിട്ട് ഇങ്ങനത്തെ ഒരുമാതിരി വല്ലാത്ത കൊള്ളാത്ത വർത്താനമൊന്നും പറയത്തില്ല. അപ്പോൾ അങ്ങനെ വേണം, വീട്ടുകാരും കൂടെ വേണം, വീട്ടുകാരും അത് കാണണം എന്ന് തന്നെയാണ്. ഞാൻ കുറേ ശ്രമിച്ചാണ് ബിജുവിനെ കയറ്റണം എന്നൊക്കെ. പക്ഷേ ബിജു സ്കൂട്ടായിപ്പോയി. അമ്മയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സപ്പോർട്ടായിരുന്നേനെ. പക്ഷേ ഇനി ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുള്ള ഒരു ഇത് വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നി. ഒരു ഡാർക്ക് സമയം.